പിന്നെ ഇപ്പൊ ഈച്ചുവിന് എനിക്കറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്കെതിരെ ഇക്കൊല്ലം ഉണ്ടാവുന്ന ആരോപണങ്ങൾ ചെയ്യുന്ന ടീം ആരൊക്കെയാണ്, ഇതിന്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ട്, ഇതിന് എത്രത്തോളം ഫണ്ടിങ് നടക്കുന്നുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് അനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 100K അടിക്കില്ലൊക്കെ ഒരു പൈസ, 200K അടിക്കില്ലോ അനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 300K അടിക്കില്ലോ. ഹലോ, ഹനാൻഷയുടെ ഒരു ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിനു മുമ്പ് ന്യൂസിൽ വന്ന ഒരു ബൈറ്റ് കേൾക്കാം. യൂട്യൂബർ ഹനാൻ ഷായുടെ പുതുവത്സരാഘോഷ പരിപാടിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇന്ന് വൈകിട്ട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. സംഘാടകർ വിനോദ നികുതി അടയ്ക്കാത്തതിനെ തുടർന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഉത്തരവ്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ആദ്യം ആ വാർത്ത കണ്ടപ്പോ കരുതിയത് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി റീസൺസ് കൊണ്ടായിരിക്കും, അതുകൊണ്ടല്ല, വിനോദ നികുതി അടയ്ക്കാതെ പരിപാടി നടത്താനുള്ള നീക്കത്തിനാണ് കോർപ്പറേഷൻ തടയിട്ടതെന്ന് മനസ്സിലാകുന്നു. എന്താണ് വിവരങ്ങൾ? പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഈ ഹനാൻ ഷാ. നമുക്കറിയാം, യൂട്യൂബർ ഹനാൻ ഷാ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഇന്ന് കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്നത് PPR ലൈസൻസ് ഈ പരിപാടിക്ക് വേണ്ടി വാങ്ങിയിരുന്നില്ല, അതോടൊപ്പം തന്നെ വിനോദ നികുതി അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് പരിപാടി നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പരിപാടി നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഘാടകർ പരിപാടി നടത്താൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസിനെ ഇടപെടിച്ച് ഈ പരിപാടി നിർത്തിവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഈ കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയ സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്നുണ്ട്. ഈ വിനോദ നികുതി അടക്കാത്തതും അതോടൊപ്പം തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ PPR ലൈസൻസ് വാങ്ങാത്തതുമാണ് ഇങ്ങനെ പരിപാടിക്ക് സ്റ്റോപ്പ് മെമ്മോ ലഭിക്കുന്നതിന് കാരണമാക്കിയതെന്നാണ് യൂട്യൂബർ ഹനാൻ ഷാ നടത്തുന്ന പ്രോഗ്രാം. യൂട്യൂബർ ഹനാൻ ഷാ എന്ന് പറയുമ്പം ഹനാൻ ഷാ യൂട്യൂബിൽ ചെയ്യുന്നത് ഫാമിലി ബ്ലോഗാണ്. എന്തുവാ, കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഹനാൻ ഷാ സ്റ്റേജിൽ ഇരുന്നിട്ട് ഫാമിലി ബ്ലോഗ് എടുക്കാനാണോ പോയേക്കുന്നത്? യൂട്യൂബർ ഹനാൻ ഷാ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹനാൻ ഷാ അവിടെ പോകുന്നത് പാട്ട് പാടാനാണ്. അപ്പോൾ പ്ലേബാക്ക് സിംഗർ ഹനാൻ ഷാ എന്ന് വേണേൽ പറയാം. അവർക്കത് പറ്റത്തില്ല. അവർക്ക് യൂട്യൂബർ ഹനാൻ ഷാ എന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്താണോ എന്തോ. അതുമാത്രമല്ല, ഇപ്പം ഹനാൻ ഷാ നടത്തുന്ന ഏകദേശം കുറേ പ്രോഗ്രാംസിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നിട്ട് അത് മുടങ്ങി പോകുന്നുണ്ട്. എങ്ങാണ്ട് ദുബായിൽ പോയിട്ട് അവിടെ ഒരു പ്രശ്നം, കാസർഗോഡ് പോയപ്പോൾ അവിടെ ഒരു പ്രശ്നം, എന്തോ വലിയ രീതിയിൽ ഹനാൻ ഷാ നടത്തുന്ന പ്രോഗ്രാമിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്യൂ വരുന്നതായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാനുണ്ട്. അതോടെ ഹനാൻ ഷാ എന്ന് പറയുന്ന വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് അത് കുറച്ചൊന്നുമല്ല, മാരകമായിട്ടുള്ള സൈബർ ബുള്ളിങ് ആണ് ഈ പ്രോഗ്രാം മുടങ്ങുമ്പോൾ ഹനാൻ ഷായ്ക്ക് നേരെ വരുന്നത്. കോഴിക്കോട് ട്രേഡ് സെന്ററിൽ ഹനാൻഷിന്റെ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ കുറെ പോലീസുകാരുണ്ടപ്പോ നമ്മൾ നിർത്തി നോക്കിയാട്ടാ. അപ്പൊ ഉണ്ട് അവിടെ കുറെ പാർട്ടിക്കാരൊന്നുണ്ടോ, CJP അങ്ങനെ എന്തോ ഒരു പാർട്ടിയാണ്. ഓല് ഇന്ത്യയില് കുറെ കാലമായിട്ടുണ്ട്, കേരളത്തിക്ക് ഈ കൊല്ലം വന്നുകൊണ്ട്. അപ്പൊ ഓലൊരു 10 ആൾ വന്നിട്ട് ഈ പരിപാടി മൊത്തം തടയുന്ന പറയുന്നത്. കാരണം അനധികൃതമായിട്ടാണ് ഈ ട്രേഡ് സെന്റർ ഉണ്ടാക്കിയത്, ഇത് മൊത്തം ഞങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിക്കാണ്. അപ്പൊ ഇത്രയും പോലീസും ഉണ്ട്. എന്തായാലും പരിപാടി നടന്ന ഒന്നല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പരിപാടി മൊത്തം ഞങ്ങൾ നിർത്തിവെക്കുന്നൊക്കെ കേട്ടോ പറയുന്നത്. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ബാനറൊക്കെ കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് വരുന്ന എല്ലാ വണ്ടികളും തടഞ്ഞിട്ടോ. പക്ഷെ പോലീസ് ബസ് വന്നപ്പോൾ അതിനോല് തടഞ്ഞില്ല. പോലീസ് ബസ് പോയി. പിന്നെ ചിലവരെ വിടുന്നുണ്ട്, ഓലിക്ക് കഴിയുന്ന 10 ആളെ കൊണ്ട് കഴിയുന്ന വണ്ടികളൊക്കെ തടയുന്നുണ്ട്. എന്തായാലും അത് അങ്ങനെ ഇങ്ങനെ ഒന്നും നടത്തൂല, അനധികൃതമായി നമ്മളെ നാട്ടിൽ വന്ന് ഉണ്ടാക്കി നമ്മളുണ്ടാക്കിയിട്ട് നിങ്ങൾ ദമ്മാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തടയാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ പോണോലെ ശ്രദ്ധിച്ചു കണ്ടു പോവാ, പരിപാടി നടക്കുക അറിയില്ല നോക്കുക. ഹനാൻ ഷായ്ക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ ആ ബിൽഡിങ്? അതായത് നാളെ ഹനാൻ ഷാ പ്രോഗ്രാം നടത്താൻ വരുന്നു, അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുണ്ടാക്കിയ അനധികൃതമായ ബിൽഡിംഗ് അല്ലല്ലോ. വർഷം കുറേ ആയിട്ട് അവിടെ നിൽക്കുന്ന ബിൽഡിങ്, അവിടെ ഹനാൻ ഷാ ഒരു പ്രോഗ്രാം നടത്താൻ വരുമ്പോൾ മാത്രമാണ് നാട്ടുകാർക്ക് ഇത്ര പൊള്ളുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയും നാൾ നിങ്ങൾ അവിടെ എന്ത് കോക്കനട്ട് ചെയ്തു? ഇത്രയും നാളും ഇല്ലാത്ത നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നം ഹനാൻ ഷാ അവിടെ വന്ന് ഷോ നടത്തുന്നതുകൊണ്ട് മാത്രം ഉണ്ടായതാണോ? അല്ലെങ്കിൽ അല്ലേ ഈ പ്രോഗ്രാം നിങ്ങൾ നടത്തൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് അതിനു മുമ്പേ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ മുമ്പേ ഉണ്ടാക്കാമായിരുന്നല്ലോ.
ഹനാൻ ഷാൻ്റെ പ്രോഗ്രാം മാത്രമല്ലല്ലോ അവിടെ നടന്നിട്ടുണ്ടാവുക, വേറെ പ്രശ്നങ്ങളും അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. അന്നൊന്നും ഉണ്ടാക്കാത്ത പ്രശ്നം ഹനാൻ ഷാ വന്ന് കയറി ഇപ്പോൾ പ്രശ്നമായി. കാരണം എന്തുവാ? ഹനാൻ ഷാ മുസ്ലിമാണ് എന്നുള്ളതാണോ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ സത്യം പറഞ്ഞാല് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ന്യൂ ഇയർ പ്രോഗ്രാംസ്, കഴിഞ്ഞ 3 വർഷം ന്യൂ ഇയർ പ്രോഗ്രാംസ് എടുത്തിട്ടില്ല. കാരണം വീട്ടിൽ തന്നെയാണ് ഉണ്ടാവില്ല. ഒന്ന് അവിടെ നിന്നാ ചെന്ന് കാര്യം പറയുമ്പോൾ ഇല്ല. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ന്യൂ ഇയർ പരിപാടി എടുത്തിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ കൊല്ലം നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് ഷോസ് മാറ്റിയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എടുത്തത്. പക്ഷെ ഇക്കൊല്ലം അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം, കാരണം മുമ്പ് എനിക്ക് കാലിക്കറ്റ് ബീച്ചിൽ അല്ലെങ്കിൽ പരിപാടി വെച്ച സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വേറെയും പല സ്ഥലത്തും കുറച്ചായിട്ട് എവിടെ നമ്മൾ പരിപാടിക്ക് പോവുകയാണെങ്കിലും നമ്മളങ്ങനെ ഇടങ്ങേറാക്കാൻ കുറച്ച് ആൾക്കാരുള്ള പോലെ തോന്നുന്നില്ല. പോലെ അല്ല, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് കയറിക്ക്. അപ്പം അതുള്ള തന്നെയാണ് അതിന്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ അതിന് യാതൊരു സ്ഥിരചര്യകൾക്ക് യാതൊരു മാറ്റവും വരുത്താതെ ഇന്നലെ നമ്മൾ ന്യൂ ഇയറിന്റെ പരിപാടി സെറ്റ് ഇട്ട് ടിക്കറ്റ്സ് ഒരു 70% സെല് ചെയ്ത് ആൾക്കാർ മൊത്തം കൊച്ചിയിൽ നിന്ന് വന്നവരുണ്ട്, പരിപാടിക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്, കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വന്നവരുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർ ഉണ്ടായിട്ട് ഓൾറെഡി ഒരു നേരത്തെ കൂടി അറിയിപ്പ് കൊടുക്കാതെ കറക്റ്റ് രാവിലെ, അതായത് മോർണിംഗിൽ നമുക്കൊരു സ്റ്റോപ്പ് മെമ്മോ കിട്ടി. അപ്പൊ ഞാൻ ആ സ്റ്റോപ്പ് മെമ്മോ കണ്ടിട്ടാണ് എണീക്കണത്. പരിപാടി നടക്കൂല, എല്ലാവരും എന്നെ വിളിച്ചു പറയുന്നത് പരിപാടി നടക്കൂല, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞാൻ ആണോ, ഞാൻ നോക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ കടന്നുറങ്ങുമ്പോൾ വരെ പരിപാടി നടക്കും, ഞാൻ സെറ്റ് ലിസ്റ്റ് ഇട്ടിട്ടാണ് കടന്നത്. പക്ഷെങ്കിൽ ഈ നേരത്തെ നീച്ചുമ്പം പരിപാടി എന്തായാലും എനിക്കറിയില്ലാതെ സംസാരിച്ചപ്പോൾ പരിപാടി നടക്കാത്തതിന്റെ വക്കിലും പ്രൊട്ടസ്റ്റും കാര്യങ്ങളും. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, നമ്മളെ പേര് കൃത്യമായി എടുക്കുന്ന കുറച്ച് വാർത്താ മാധ്യമങ്ങളുണ്ട്. അപ്പൊ സന്തോഷം മാത്രം, അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇന്നലെ അവിടെ ഞാനൊരാളെ പരിപാടി മാത്രമല്ല, ഞാൻ ലൈസൻസ് എടുക്കാത്തത് കൊണ്ടോ, ഞാൻ ഇൻകം ടാക്സ് അടക്കാത്തത് കൊണ്ടോ, ഞാൻ GST കൊടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇപ്പം എന്നുമായി സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, ചിലപ്പോൾ ഇവന്റ് കമ്പനി എന്തെങ്കിലും ഇതുണ്ടാവും, ചിലപ്പം നടത്തുന്ന പ്ലേസിന് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇന്നലെ നടത്തുന്ന പ്ലേസും ക്ലീൻ ആണ്, ഇവന്റ് കമ്പനിയും ക്ലീൻ ആണ്, എല്ലാവരും സെറ്റാണ്. ഒരു പേപ്പറിൽ ഒരു സൈന് കിട്ടണ്ടീനെ, ഏതോ ഒരു ചെറിയ പേപ്പർ ക്ലിയർ ആവേണ്ടീനാണ് ഇമാരി പുകില് മൊത്തം ഉണ്ടാക്കി. ആ പേപ്പറിൽ സൈനും കിട്ടി, ഫുൾ ക്ലിയർ ആയി. എന്നിട്ടും ചില പ്രത്യേക ആൾക്കാർ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നു. എന്തായാലും എല്ലാവരോടും പെർമിഷന്റെ പുറമെ കോർട്ട് ഓർഡർ അടക്കം എടുത്തു വെച്ചിട്ടാണ് പരിപാടി നടന്നത്. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്നിട്ടും നമ്മളെ തന്നെ പേഴ്സണലി ഇപ്പൊ വാർത്തയിൽ അറിയാം, ഇന്നലെ അത്രയും ആൾക്കാർ അവിടെ പെർഫോം ചെയ്തിട്ട് ആരെ പേരും അതിലില്ല. ഹനാൻ ഷാ ചോദിച്ച ചോദ്യം അത് കാര്യമായിട്ടുള്ളൊരു സംഭവമാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും എടുത്തിടുന്നത് ഹനാൻ ഷാ, അതും യൂട്യൂബർ ഹനാൻ ഷാ, അല്ലാണ്ട് പ്ലേബാക്ക് സിംഗർ എന്നോ അല്ലെങ്കിൽ വേറെന്തോ ആണെന്നോ അല്ല പറയുന്നത്. യൂട്യൂബർ ഹനാൻ ഷാ. ഇതാണ് മീഡിയക്കാരാണെങ്കിലും വാർത്താ ചാനലുകളാണെങ്കിലും ഇടുന്നത്, യൂട്യൂബർ ഹനാൻ ഷാ. അവർക്ക് എന്തോ ഹനാൻ ഷാനെ പിടിച്ച് യൂട്യൂബർ ആക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടാത്തത് പോലെയാണ്. ഇപ്പോൾ ഒരു 1000, 200 അല്ലെങ്കിൽ 1000-ന് താഴെയോ സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബർ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടാൽ പോലും ന്യൂസ് ചാനൽസിന് പറയാനുള്ളത് യൂട്യൂബറായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ പ്രശസ്ത യൂട്യൂബറിനോട് എന്തിനാണോ ഇത്ര ശത്രുത. എന്നാലും എന്തൊക്കെയാണേലും വൈകുന്നേരം 4:30 വരെ സകലരും ബാക്കിൽ കുത്തി 5 മണിക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ കാലിക്കറ്റ് കണ്ടതിൽ വെച്ച് കോഴിക്കോട് നടന്നതിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാത്ത പരിപാടി കൂട്ടൂല കേട്ടോ. ടിക്കറ്റ് എടുക്കാത്ത പരിപാടി എപ്പോഴും ആൾക്കാർക്ക് കൂട്ടിച്ചേരാൻ പറ്റിയ പരിപാടി. പക്ഷെ ടിക്കറ്റ് ആൾക്കാർ ടിക്കറ്റ് പൈസ കൊടുത്ത് VIP പിറ്റും ഫാൻ പിറ്റും ഫാമിലി ടിക്കറ്റ്സും ഒക്കെപ്പാടെ വിറ്റിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അൽഹംദുലില്ലാ 100 വട്ടം എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാല്, കോഴിക്കോട്ടില് ഏറ്റവും കൂടുതൽ ഫാമിലീസും ഉമ്മമാരും വന്ന ന്യൂ ഇയർ പരിപാടി, ടിക്കറ്റഡ് ന്യൂ ഇയർ പരിപാടി എവിടെയെന്ന് വെച്ചാൽ നമുക്ക് പ്രൗഡായിട്ട് എന്ത് പറയാൻ പറ്റും, ഇന്നലത്തെ പരിപാടിയാണ്. കാരണം എത്ര ഉമ്മമാരാ മാഷാഅല്ലാഹ്, എത്ര ഉമ്മമാരും കുട്ടികളും ചെറിയ കുട്ടികളും പലതരം A to Z കാറ്റഗറിയിലെ ആൾക്കാരുണ്ട്. അതിൽ ചെറിയ കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, ഒക്കത്തൊക്കെ കുട്ടികൾ മുതൽ ഈ സൈസിലുള്ളവർ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഉമ്മമാര് കുട്ടികള് കാക്കമാരെല്ലാവരും ഉണ്ട്. സോ പരിപാടി 6000 8000 ആൾക്കാരെ ഫുൾ കൗണ്ടില് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ 12000 ആളൊക്കെ ഉള്ളൂ. അതിലൊരാൾക്ക് നിൽക്കാൻ ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്തിട്ടാണ് ആ പരിപാടി നടത്തുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഹനാൻ ഷാ ഇപ്പോഴും ആ ഒരു റീച്ചിൽ പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങേരുടെ കഴിവ് ഒരൊറ്റ സാധനം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എത്രയൊക്കെ അടിച്ച് താഴ്ത്താൻ നോക്കി കഴിഞ്ഞിട്ടും അങ്ങേര് കയറി പോകുന്നുണ്ടോ, അത് അങ്ങേരുടെ കഴിവ് കൊണ്ടാണ്.
ചുനും എനിക്കറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്കെതിരെ ഇക്കൊല്ലം ഉണ്ടാവുന്ന ആരോപണങ്ങൾ ചെയ്യുന്ന ടീം ആരൊക്കെയാണ്, ഇതിന്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ട്, ഇതിന് എത്രത്തോളം ഫണ്ടിങ് നടക്കുന്നുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് ഈ ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഹനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 100 Kന്റെ അടിക്കിലോക്ക് 1 പൈസ, 200 Kന്റെ അടിക്കിലോ ഹനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 300 Kന്റെ അടിക്കിലോ അതാണ് പ്രൊഡക്റ്റ് ഒന്നല്ല. പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് നമ്മളാണ് ഓല പ്രൊഡക്റ്റ്. 300 Kന്റെ അടിക്കില്ലോല് അതന്നെ എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും 300 Kന്റെ അടിക്ക് ഹനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ. അപ്പൊ ഇത് കൊടുക്കുന്ന ടീമിനെ അറിയാം, ഇത് ചെയ്യണവർ എനിക്കറിയാം, ഈ പേഴ്സണാലിറ്റീസിന് എനിക്കറിയാം. പക്ഷെങ്കില് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള എന്താ വെച്ചാല്, ലൂസിഫറില് മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാണ്. അപ്പൊ അത് ഇതില് പബ്ലിക്കില് പറയാൻ പറ്റൂല. പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും ഓരതല്ല ഇന്റത്. മനസ്സിലായില്ലേ? സിനിമ പറഞ്ഞേ എന്താ വെച്ചില്ലേ മറ്റേതിന് എന്താണ് സോറി. അപ്പം ഇക്കൊല്ലം പാവങ്ങൾ ഇറക്കിയ പൈസ മൊത്തം വേസ്റ്റ് ആയി. കണ്ട ഇൻഫ്ലുവൻസേഴ്സിനെയും സെമി ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ വെച്ചിട്ട് ഇവരൊക്കെ മാന്യമായിട്ട് വലിച്ച ആൾക്കാരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കണം. ഇങ്ങനെ ഒരു മനുഷ്യൻ തകർന്ന് പണ്ടാരടങ്ങി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യുന്ന ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന അലവലാദികളെ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടു കൊടുക്കണം. അല്ലാണ്ട് നിങ്ങൾ ഇനിയും ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല. തെണ്ടികളെന്നും തെണ്ടികളായിട്ടേ നടക്കത്തുള്ളൂ. ഹനാൻഷ വലിച്ചങ്ങ് പുറത്ത് ഇട്ട് കൊടുത്തിട്ട് നാറിപ്പണ്ടോരടങ്ങിയിട്ട് ഇവന്മാരിറങ്ങി ഓടണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അത് ചെയ്യാതെ ചിലപ്പോൾ നിങ്ങളുടെ മാന്യതയായിരിക്കും, അല്ലെങ്കിൽ ആ അലവലാദികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ശരി എന്നാൽ.